ഉണ്ട്, കടുവ ഉണ്ട്, പുലിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ വനമേഖലയായ മാമ്പഴത്തറയിലേക്കാണ്. അധികം ആരും എത്തിപ്പെടാത്ത സ്ഥലമാണ് മാമ്പഴത്തറ. എന്നാൽ വളരെയേറെ പ്രശസ്തമായതും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം കൂടിയാണ് മാമ്പഴത്തറ. ഇതുവഴി ഈ ഉപ്പുകുഴി, ഞങ്ങൾ അതിരാവിലെ തന്നെ ഉപ്പുകുഴി ചെക്ക് പോസ്റ്റ് താണ്ടിയിട്ടുണ്ട്. മാമ്പഴത്തറയിലേക്കുള്ള യാത്രയിലാണ്. ഉപ്പുകുഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഭാഗത്തേക്ക് നല്ല വനം തന്നെയാണ്. വനത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളിറങ്ങി വഴിയിൽ നിൽക്കാനൊക്കെ സാധ്യത കൂടിയ സ്ഥലമാണ്. റോഡിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള ബോർഡുകൾ കാണാൻ സാധിക്കും. വാഹനം നിർത്താൻ പാടില്ല, വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള ബോർഡുകൾ. അതുകൊണ്ട് വാഹനം പതുക്കെ ഓടിച്ചു വരിക. മൃഗങ്ങളൊക്കെ ഇറങ്ങി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് വാഹനം നിങ്ങൾ വരുമ്പോഴേക്ക് പതുക്കെ ഓടിച്ചു വരിക. ഞങ്ങൾ വെറും സാവധാനത്തിലാണ് പോകുന്നത്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് ഫാസ്റ്റാക്കിയിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് റോഡുകൾ കുറച്ച് ഭാഗത്ത് മോശം റോഡുകളുണ്ട്, ബഹുഭൂരിവശം നല്ല റോഡുകളാണ്. റോഡിൽ മറ്റുള്ള വണ്ടികളൊക്കെ തീരെ കുറവെന്നല്ല, വേറെ വണ്ടികളൊന്നും കാണാൻ സാധ്യതയില്ല. അതൊക്കെ ശ്രദ്ധയോടെ വരിക. അതുപോലെ തന്നെയാണ് കടകളോ കാര്യങ്ങളോ ഒന്നും കാണില്ല. വെള്ളം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വാങ്ങിക്കരുതുക. റോഡിൽ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, റോഡ് വളരെ വിജനമാണ്. യാത്രക്കാർ തീരെയില്ല. പക്ഷേ നല്ലൊരു രസമുള്ള ഒരു യാത്ര തന്നെയാണ്. കൊല്ലത്തു നിന്നൊക്കെ അല്ലെങ്കിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലക്കാർക്കൊക്കെ, തിരുവനന്തപുരം ജില്ലക്കാരല്ല, കേരളത്തിലുള്ളവർക്കൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് മാമ്പഴത്തറ. കാരണം പാമ്പാടുംചോലയൊക്കെ പോകുന്ന ആ ഒരു ഫീല് തന്നെയാണ് ഈ ഉപ്പുകുഴിയിൽ നിന്നുള്ള മുമ്പോട്ടുള്ള യാത്ര. വളരെ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. അത് രാവിലെ തന്നെ കയറിയത് ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ കഴിയുമെന്ന് കരുതിയാണ്. പക്ഷെ റോഡിലെങ്ങും ഇതുവരെ ഒന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ മാമ്പഴത്തറ എത്തിയിട്ടുണ്ട്. മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് ഇതൊക്കെ ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ്. ഇതാണ് ഇവിടുത്തെ മാമ്പഴത്തറ ഭഗവതി ക്ഷേത്രം. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥലമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണ്. അതിൻ്റെ നിർമ്മിതിയൊക്കെ നല്ല രീതിയിലുള്ള നിർമ്മിതികളാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറിയില്ല, പുറത്തു നിന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവൻ പൈനാപ്പിൾ തോട്ടങ്ങളാണ്. ഹാരിസൺ കമ്പനിയുടെ പൈനാപ്പിൾ തോട്ടങ്ങളാണ്. ഏക്കർ കണക്കിനാണ്, ഏക്കറെന്നൊന്നും പറയാൻ പറ്റില്ല, കിലോമീറ്റർ കണക്കിനാണ് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നത്. നിങ്ങളീ കാണുന്നില്ലേ, എത്ര കണ്ണത്താ ദൂരം വരെ പൈനാപ്പിൾ കൃഷിയാണ്. മാമ്പഴത്തറ അമ്പലം കഴിയുമ്പോഴേക്ക് പൈനാപ്പിൾ കൃഷിയാണ്. ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്ക് കണ്ട ഒരു കാട്ടരുവിയാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നുള്ള യാത്രയിൽ ആ കാട് കഴിഞ്ഞിട്ടുള്ള സ്ഥലം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴൊക്കെ കണ്ട നല്ലൊരു സ്റ്റൈലിഷ് സ്ഥലം തന്നെയാണ്. പോകുന്ന വഴിക്കൊക്കെ ഈ ചെറിയ അരുവികളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈബ് തന്നെയാണ്. ഇനിയും ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉണ്ട് മുമ്പോട്ടുള്ള യാത്രയ്ക്ക്. ഇനി മത്താപ്പ് വ്യൂ പോയിന്റ് ഉണ്ട്. ഇതുപോലുള്ള റോഡുകളാണ് കുറച്ചധികവും. വളവും തിരിവും കുറച്ച് കൂടുതലാണ് റോഡുകളിൽ. കുറേ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളമെല്ലാം നേരത്തെ വാങ്ങി കരുതി വയ്ക്കുക. ഉപ്പുകുഴിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാമ്പഴത്തറയിൽ മാത്രമാണ് ഒരു ജനവാസ മേഖല. വണ്ടി കണ്ടീഷനൊക്കെ ആണോ എന്ന് നോക്കിയിട്ടൊക്കെ യാത്ര തിരിക്കാവുള്ളൂ. കാരണം നിങ്ങളീ കാണുന്നില്ലേ, വഴി ചോദിക്കാൻ പോലും ആരും വഴിയിൽ എങ്ങും ഇല്ല. കിലോമീറ്ററുകളോളം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക്
ജനവാസ മേഖലകൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വണ്ടിയൊക്കെ കണ്ടീഷനാണോ എന്ന് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ്. ആനച്ചാടിയിൽ എങ്ങനെ ആയിരുന്നോ അതുപോലെ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. നിങ്ങളങ്ങനെ കുറച്ചും കൂടെ ദൂരം ഓടി വന്ന് ഇതാണ് മെത്താപ്പ് വ്യൂ പോയിന്റ്. ഈ കാണുന്നതാണ് മെത്താപ്പ് വ്യൂ പോയിന്റ്. ഇവിടെ ഏത് സമയവും മൃഗങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആനകൾ കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ മെത്താപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി മാമ്പഴത്തറ വ്യൂ പോയിന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞാലും മാമ്പഴത്തറ വ്യൂ പോയിന്റ് ആവും. ഞങ്ങളങ്ങനെ മാമ്പഴത്തറ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ടേ. ഈ കാണുന്നതാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റ്. ഇങ്ങോട്ട് മലകളും കാടുകളൊക്കെയാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് മാമ്പഴത്തറ. നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാമ്പഴത്തറയിലേക്ക് വന്ന് നോക്കുക. കാരണം മാമ്പഴത്തറ വ്യൂ പോയിന്റിനേക്കാളും നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്നത് ഇവിടുത്തേക്കുള്ള യാത്ര തന്നെയാണ്. ആദ്യം കണ്ടില്ലേ വനത്തിലൂടെയുള്ള യാത്രയും റബ്ബർ എസ്റ്റേറ്റുകളും പൈനാപ്പിൾ തോട്ടവും ആ ചെറുഅരുവികളും ഇതൊക്കെ കണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മെത്താപ്പ് വ്യൂ പോയിന്റിൽ ആനകൾ ഇറങ്ങിയിരിക്കുന്നത് കാണാം. ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് മൃഗങ്ങളെയോ അതിനെയൊന്നും കണ്ടിട്ടില്ല. അത് നിങ്ങളിനി ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് മാമ്പഴത്തറയിലേക്ക് വരിക. ഞങ്ങളിനി ഇവിടുന്ന് നാഗമലയിൽ നിന്ന് അമ്പനാട്ടേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി അമ്പനാട്ടിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നാഗമലയും മാമ്പഴത്തറയൊക്കെ കുറിച്ച് അവിടുത്തെ ഒരു പ്രദേശവാസിയായിട്ടുള്ള ഒരു തങ്കവേൽ എന്ന് പറയുന്ന ഒരു ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കൂടി എന്നോട് ചേർക്കുന്നു. ഒരു ചേട്ടനെ പരിചയപ്പെട്ടാണ്. ഇത് കേട്ടോ പേരെന്തുവാ? തങ്കവേലല്ലേ. ഇവിടെ എങ്ങനെ മൃഗങ്ങളുടെ ആനയുടെ ഒക്കെ ശല്യം ഉണ്ട്? കടുവ ഉണ്ട്, പുലിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആനയും വന്ന് ലയത്തിലെ ഈ ചക്കൊക്കെ ഉള്ള സമയങ്ങളിൽ ആന വരും. രാത്രിയാണ് ഇറങ്ങുന്നത്. രാത്രിയാകുമ്പോഴേ ഇവിടെ എല്ലാം ആന. ഇവിടെ വന്നിട്ട് ഈ പ്ലാമ ചക്കമരം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം വരും. ചക്ക സീസണിൽ ആന ഇറങ്ങും. എപ്പോഴാ ചക്ക സീസൺ എന്ന് പറഞ്ഞാൽ? ഇന്ന് ജനുവരി മാസം ഫെബ്രുവരി മാസത്തിൽ ചക്ക ആയി ആനയുടെ ഈ പകല് ആന ശല്യം ഉണ്ടാവും. ആന പകലാണെങ്കിൽ നിങ്ങൾ മെത്താപ്പ് ഉണ്ടല്ലോ, മത്താപ്പ് അതാ കണ്ട അവിടെ ആണ് മാമ്പഴത്തറ മത്താപ്പ് വിപ്പോയിന്റ്. ഇവിടെ ഈ അവിടെ ഒരു തെരടുണ്ടല്ലോ, നമ്മൾ അത് കഴിഞ്ഞില്ലേ വന്നത് ഒരു പാറ പൊട്ടലായിട്ട് കാണും. ഈ തേടി വന്ന് നേരെ ഇങ്ങോട്ട് മെയിൻ റോട്ടിൽ കയറണം. ആ സ്ഥലത്ത് എപ്പം കാണും. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടില്ല. മാമ്പഴത്തെല്ലാം ആന ഉണ്ട്. മാമ്പഴത്തറ ആനയുണ്ട്. ഈ ഭാഗത്തും ആനയും പുലിയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഇവിടെ ഈ ഇടയ്ക്കെല്ലാം പുലി ഇറങ്ങിയിട്ടുണ്ടോ? പുലി ഇപ്പൊ ഈ 2-3 മാസം മുമ്പേ ഇല്ല, അതിന് മുമ്പേ പുലി ഇറങ്ങി. ആളെ വന്നിട്ടുണ്ടോ? ആളല്ല, പശുക്കളെ അടിച്ചിട്ടുണ്ട്. പശുക്കളെ എടുത്തോണ്ടോ? നമ്മളുള്ള ഒരു 4-5 കൊണ്ടുപോയി. ഈ ഭാഗം മുഴുവൻ എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. ഇവിടെ മൊത്തം സ്ഥലം ഇവിടെ തന്നെയാണ്, നാഗമല. ശരി ചേട്ടാ, എന്തായാലും.